ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദേവ് ഓർബിറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് അധികം ആരും പറയാത്തൊരു എൻട്രൻസ് ടെസ്റ്റിനെ പറ്റിയാണ് പറയാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ നീറ്റൊക്കെ നടത്തുന്ന NTA ഇല്ലേ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അവർ തന്നെ നടത്തുന്ന ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. അതാണ് ഈ BSc BEd കൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് NCET. അപ്പോൾ ഞാൻ പറഞ്ഞു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കീഴിൽ വരുന്ന ITEP, ഇൻ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, ITEP എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. നീറ്റ് JEE പോലെ അത്രയും ടഫ്നെസ് ഇല്ലാത്ത, എന്നാൽ നിങ്ങൾക്ക് IIT പോലത്തെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം, അതുപോലെ എങ്ങനെയാണ് എത്ര ക്വസ്റ്റ്യൻസ്, എത്ര ഉത്തരം എഴുതണം, നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്. BSc BA പോലുള്ള ഈ ഡിഗ്രീസിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ BEdും കൂടെ എടുക്കാം. ഈ 4 വർഷം കൊണ്ട് തന്നെ നിങ്ങൾ BSc BEd അല്ലെങ്കിൽ BA BEd പഠിച്ചിറങ്ങും. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയാം. നിങ്ങൾക്ക് 181 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 181 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 160 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. 180 മിനിറ്റും ഉണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. സോ 181 ക്വസ്റ്റ്യൻസിൽ 160 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി 180 മിനിറ്റിൽ. അതായത് 3 മണിക്കൂർ കൊണ്ട് 160 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. മോഡെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. പിന്നെ ടൈം 3 മണിക്കൂറാണ്. 180 മിനിറ്റ് 3 മണിക്കൂറാണ്. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് 181 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 160 അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ മെയിൻ വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലാംഗ്വേജസ്, അതായത് നിങ്ങൾ മീഡിയമായിട്ട് എഴുതുന്ന മീഡിയം ഉണ്ടല്ലോ, ഏത് ലാംഗ്വേജ് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 13 ലാംഗ്വേജസിലുണ്ട്. 13 ലാംഗ്വേജസിൽ നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. അതിലേത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 13 ലാംഗ്വേജസ് എന്ന് പറയുമ്പം ഒന്ന് ഇംഗ്ലീഷ്, ഹിന്ദി, ആസാമി, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മലയാളം, മറാഠി, പഞ്ചാബി, ഒഡിയ, തമിഴ്, തെലുങ്ക്, ഉറുദു, ഇങ്ങനെ 13 ലാംഗ്വേജസിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് എഴുതാം. ഞാൻ പറഞ്ഞ 3 മണിക്കൂർ കൊണ്ടാണ് എക്സാം. 180 മിനിറ്റ്. പല സെക്ഷനായിട്ടായിരിക്കും. നിങ്ങൾക്ക് ഏത് സെക്ഷൻ കിട്ടുമെന്നുള്ളത് അറിയത്തില്ല. എനിക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനായിരുന്നു. അത്യാവശ്യം നല്ല കുറേ കുട്ടികൾ ഇത് എഴുതുന്നുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. അതാണ്, അതായത് ഹിന്ദി ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളികൾ കുറച്ച് പേരെ ഈ എക്സാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. പിന്നെ ഇതിൻ്റെ സ്കീം എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ മാർക്കിംഗ് സ്കീമാണ്. കറക്റ്റ് ആൻസറിന് 4 മാർക്കും, അതുപോലെ റോങ് ആയിട്ടുള്ള ആൻസറിന് 1 മാർക്കും പോവും. പക്ഷെ ചിലർ പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നാണ്. ചിലർ പറയുന്നത് നെഗറ്റീവ് മാർക്ക് 1 മാർക്ക് പോകുമെന്ന്. ഇങ്ങനെ വെബ്സൈറ്റിലൊക്കെ കിടക്കുന്ന 1 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്നാണ് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാം എന്താണ് ഇതിനകത്ത് ചോദിക്കുന്നത്, ഏതൊക്കെ സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിനകത്ത് മെയിനായിട്ട് 3 സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. 3 ഡൊമൈൻ സബ്ജക്റ്റ് കാണും. അതായത് ഈ 3 സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ചിലപ്പോൾ നമുക്ക് കൊമേഴ്സ് വെക്കാം, നമുക്ക് ബയോളജി വെക്കാം, നമുക്ക് ഫിസിക്സ് വെക്കാം, നമുക്ക് കെമിസ്ട്രി വെക്കാം. അങ്ങനെ 3 എണ്ണം നമുക്ക് വെക്കാം. ഓക്കെ, നിങ്ങൾ ഏതാണോ മേജർ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ, ഇപ്പോൾ ബയോളജി സയൻസുകാർക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി വെക്കാം. മാത്സ് ആണെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വെക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് 3 എണ്ണം വെക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് മെയിനായിട്ട് 3 സബ്ജക്റ്റ് വെക്കാമെന്ന് പറഞ്ഞില്ലേ. ഈ 3 സബ്ജക്റ്റിൽ വെക്കാനായിട്ട് നിങ്ങൾക്ക് 26 ഓപ്ഷൻ കാണും. അതായത് 26 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു 3 സബ്ജക്റ്റ് വെക്കാം. ഞാൻ എഴുതിയ സമയത്ത് ഞാൻ വെച്ചതെന്ന് പറയുമ്പോൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇത് 3 ഞാൻ വെച്ചത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ലാംഗ്വേജ്, ഒന്ന് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇംഗ്ലീഷിൻ്റെ തന്നെ പല വെറൈറ്റി സാധനങ്ങൾ കാണും. ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് ഫോർ ലിറ്ററേച്ചർ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇംഗ്ലീഷിൻ്റെ തന്നെ സാധനം കാണും. ഈ ഇംഗ്ലീഷിൻ്റെ സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് വെക്കാം. പിന്നെ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലാംഗ്വേജ്, അതായത് ഹിന്ദി, മലയാളം, അങ്ങനെ അതിലും ഓപ്ഷൻസ് കാണും കേട്ടോ. ഞാൻ ഹിന്ദി ഫോർ കമ്മ്യൂണിക്കേഷനോ അങ്ങനെ കണ്ട വെച്ചതെന്ന് തോന്നുന്നു. ഹിന്ദി ആയിരുന്നു എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്. സോ ഹിന്ദിയാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഹിന്ദിയുടെ കുറേ ഇത് കാണും, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഇത് കാണും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 2 ലാംഗ്വേജും വെക്കാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ +2 സിലബസ് മെയിനായിട്ട് വരുന്ന 3 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ 3 സബ്ജക്ട്സ്, അതായത് NCERT എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. +2 സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുക. പക്ഷേ നീറ്റിൻ്റെ JEEയുടെ അത്രയും ടഫ്നെസ് ഒന്നുമില്ല. അതും ഈ പറഞ്ഞ പോലെ NCERT അറിയാമല്ലോ, നിങ്ങൾക്ക് NCERT തന്നെയാണ്. പക്ഷേ അത്രയും ടഫ്നെസ് ഒന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ ഒന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ കിട്ടും.
പിന്നെ ലാംഗ്വേജസിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, കുറച്ച് ഗ്രാമറൊക്കെ നിങ്ങൾക്ക് അറിയണം. 23 20 അറ്റൻഡ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ലാംഗ്വേജസിൽ 23 ക്വസ്റ്റ്യൻ കാണും, അതിൽ 20 അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, 20 അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ 3 സബ്ജക്റ്റ്, അതിന് നിങ്ങൾക്ക് 28 ക്വസ്റ്റ്യൻ കാണും. 28 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 25 അറ്റൻഡ് ചെയ്താൽ മതി. 28 ക്വസ്റ്റ്യനിൽ 25 അറ്റൻഡ് ചെയ്താൽ മതി. അതായത് 3 വെച്ച് നിങ്ങൾക്ക് എല്ലാ സാധനത്തിനകത്തും വിടാം. പിന്നെ വരുന്ന 2 കാര്യങ്ങളാണ് ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. ഈ 2 കാര്യങ്ങൾ ജനറൽ ടെസ്റ്റിനകത്ത് വരുന്നതെന്ന് പറയുമ്പം കുറച്ച് GK, കറണ്ട് അഫേഴ്സ്, മെൻ്റൽ അബിലിറ്റി, ന്യൂമറിക്കൽ അബിലിറ്റി. മെൻ്റൽ അബിലിറ്റിന്നും ന്യൂമറിക്കൽ അബിലിറ്റിന്നും ആയിരിക്കും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണാം, ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുക. പിന്നെ വരുന്നതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ചെയ്യുക, അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസും. പിന്നീട് വരുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കുറച്ച് റേഷ്യോ ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതും, പിന്നെ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരിക. ഓക്കെ, അപ്പോൾ ജനറൽ ടെസ്റ്റിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും ഒരു 20 ക്വസ്റ്റ്യൻസ് വെച്ച് 23 ക്വസ്റ്റ്യൻസ് വെച്ച് കാണും. 23 ക്വസ്റ്റ്യൻസിൽ 20 എഴുതിയാൽ മതി. ജനറൽ ടെസ്റ്റിൽ 28 ക്വസ്റ്റ്യൻസ് കാണും, അതിൽ 25 എഴുതണം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ 23 ക്വസ്റ്റ്യൻസ് കാണും, അതിൽ 20 എഴുതിയാൽ മതി. എല്ലാത്തിലും 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വിടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ 23 20 ആകുമ്പോൾ തന്നെ തീരും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഡൗട്ടുള്ള 3 നിങ്ങൾക്ക് വിടാം. അപ്പം അയ്യോ എനിക്ക് അതിനെക്കാട്ടിലും ഉറപ്പ് ഇതായിരുന്നു എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ബാക്ക് അടിച്ച് അത് മാറ്റിയിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാം. ഓക്കെ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് പോവാം. ഇപ്പം കെമിസ്ട്രി, ഇപ്പം നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റിൽ ഒരെണ്ണം നിങ്ങൾ കെമിസ്ട്രി, മാത്സ്, ബയോളജി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തു, അതിലിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് 25 ചെയ്തു. 25 ചെയ്ത് അടുത്ത 3 ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അത് ഭയങ്കര സിമ്പിൾ, അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറിയാം. അപ്പോൾ ഇതിൽ പുറകോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും സംശയമുള്ള 3 വിട്ടിട്ട് അത് പോയി ചെയ്യാം. അതായത് ഒരു സബ്ജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ആ സബ്ജക്റ്റിൽ എത്ര വേണമെങ്കിലും ബാക്ക് അടിക്കാം. പക്ഷേ അടുത്ത ടെസ്റ്റിലോട്ട്, അതായത് ഡൊമൈൻ സബ്ജക്റ്റിൻ്റെ കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റിലോട്ട് കയറുമ്പം നിങ്ങൾക്ക് ബാക്ക് അടിക്കാം. ആ മറ്റേ ഡൊമൈൻ സബ്ജക്റ്റിലോട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇത് ഫുൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടൈമുണ്ട്, അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റിൽ ഇത് ഫുള്ള് വേണമെങ്കിൽ നോക്കാം. പക്ഷെ ടൈം കാണാൻ സാധ്യത കുറവാണ്. നിങ്ങൾ ടൈം മാനേജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് പോലെ തന്നെ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിലാണ്. അതായത് NCETക്ക് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. NCETക്ക് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. NCET നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ NTA NCET വെബ്സൈറ്റ് ഒഫീഷ്യലായിട്ടൊരു വെബ്സൈറ്റ് വരും. ഞാൻ ആ വെബ്സൈറ്റ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആ വെബ്സൈറ്റിലോട്ടുള്ള ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അതിൽ വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഈ വർഷത്തെ പക്ഷേ കഴിഞ്ഞു. ഈ വർഷത്തെ എന്താ പറയുക, മാർച്ച് 11 വരെ ഉള്ളായിരുന്നു ആപ്ലിക്കേഷൻ ഡേറ്റ്. എക്സാം വരുന്ന ഏപ്രിൽ 17 18 ആ ടൈമിലാണ്. ഞാൻ വീഡിയോ ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി. ഓക്കെ, അടുത്ത വർഷം ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വർഷം നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് ഏത് പ്രായക്കാർക്കും എഴുതാം, ഏജ് ലിമിറ്റ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം, പേടിക്കണം. ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കൂടുതലും ഹിന്ദി ക്ലാസ്സുകളാണ് NCET എക്സാമിനെ പറ്റി പറഞ്ഞേക്കുന്നത്. മലയാളത്തിൽ ഇത് ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി പഠിക്കുന്നതും കൂടെ ഉള്ളൊരു വലിയ കാര്യമാണ്. നിങ്ങൾക്ക് IIT NIT അതുപോലെ വലിയ വലിയ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, സാവിത്രിബായി ഫൂലെ യൂണിവേഴ്സിറ്റി, അതുപോലുള്ള ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെല്ലാം പഠിക്കാം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം. എങ്ങനെയാണ് ഇതിൻ്റെ കോളേജ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് അടുത്ത് പറയാം. അപ്പോൾ നമ്മളിനി ഏതൊക്കെ കോളേജിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് കോളേജസ് വെക്കേണ്ടതെന്നൊക്കെ പറയാൻ പോവാണ്. നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഹിന്ദി ഫോർ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ലിറ്ററേച്ചറോ നിങ്ങൾക്ക് സിലബസ് നോക്കി ചൂസ് ചെയ്യാം. ഓക്കെ, അത് കുഴപ്പമില്ല. അതുപോലെ ബയോളജി നിങ്ങൾക്ക് ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc B.Ed എടുക്കാം, BA B.Ed എടുക്കാം, BCom B.Ed എടുക്കാം. അതായത് നിങ്ങൾ ഏത് സ്ട്രീമിലുള്ളവർക്കാണ്, സയൻസ് സ്ട്രീം മാത്രമല്ല ഏത് സ്ട്രീമിലുള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഈ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇതിപ്പോൾ ഞാൻ 3 മേജർ വെച്ചു, മെയിൻ സബ്ജക്റ്റ് വെച്ചു. ആ സബ്ജക്റ്റിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീമിൽ നിന്നുള്ള സബ്ജക്റ്റ് എടുക്കാം. ഓക്കെ, മനസ്സിലായോ? പിന്നെ ജനറൽ ടെസ്റ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഒരേപോലെയാണ്. ഓക്കെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. അത് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, അത് അവർ തരുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ഇത് വരുന്നത്. ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഫോം ഇങ്ങനെയാണ്. ഇങ്ങനെ 2 കാണും. അത് നിങ്ങളുടെ ഇത് പേയ്മെൻറ്റിൻ്റെ ഒക്കെ ട്രാൻസാക്ഷൻ്റെ ഒക്കെ സാധനം. ഇതാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫോം എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വായിക്കാം.
കാൻഡിഡേറ്റ്സ് നെയിം, ഒന്നാമത്തെ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ പേര്, ജെൻഡർ, അമ്മയുടെ പേര്, ഗാർഡിയൻ്റെ മൊബൈൽ നമ്പർ, നാഷണാലിറ്റി, ഐഡൻറ്റിറ്റി ടൈപ്പ്, അതായത് വാലിഡ് ഗവൺമെൻറ് ഐ ഡി, എന്തെങ്കിലും ഫോട്ടോഗ്രാഫുള്ള എന്തെങ്കിലും ഐ ഡി, ആധാർ കാർഡായിരിക്കും കൊടുക്കുന്നത്. ഈ ആധാർ കാർഡിൻ്റെ നമ്പർ, അത്രേ ഉള്ളൂ. ഇതിനും റിസർവേഷൻ ഉണ്ട് കേട്ടോ. ജനറൽ കാറ്റഗറി, മറ്റേ OBC, SC/ST എല്ലാം ഉണ്ട്, ഇതിനും ഉണ്ട്. അതുപോലെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് EWSO, PWD കാൻഡിഡേറ്റോ അങ്ങനെ നിങ്ങൾക്ക് SC/ST കാറ്റഗറിക്കാർക്കാണ് മുൻഗണന. അത് കഴിഞ്ഞിട്ട് OBC, അത് കഴിഞ്ഞിട്ട് ജനറൽ കാറ്റഗറി. ഓക്കെ, അങ്ങനെയാണ് ഇതിന്. പക്ഷേ സ്റ്റിൽ എല്ലാവർക്കും നല്ല സ്കോർ മേടിക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ്, എല്ലാത്തിലും ഉള്ള സാധനങ്ങൾക്ക് തന്നെ. പിന്നെ മെയിനായിട്ട് വരുന്ന കോട്ട ഏതെങ്കിലും, അത് ഇതുപോലെ നമുക്ക് NCC ഉണ്ടെങ്കിൽ ഇത് ഞാൻ എടുത്ത് നോക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒന്നുകൂടെ ഓർമ്മ വരുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു. നിങ്ങൾ NCCയിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അതും ഒരു മുൻഗണനയാണ്. SPC NSS പറ്റത്തില്ല, എനിക്ക് അതുണ്ടായിരുന്നു, പക്ഷേ അത് പറ്റത്തില്ല. നിങ്ങൾക്ക് NCCയിലാണ് മുൻഗണന, NCC കോട്ടയാണ് കിട്ടുന്നത്. പിന്നെ കാശ്മീരി മൈഗ്രൻ്റ് ആണോ ചോദിക്കും. അതുപോലെ എന്തെങ്കിലും പോവർട്ടി ലൈനിന് താഴെയുള്ളവർ, അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ്റെ, ഡിഫൻസ് പേഴ്സണിൻ്റെ ഒക്കെ മോളാണോ അല്ലെങ്കിൽ മോനാണോ. പിന്നെ സ്പോർട്സ് കോട്ടയിലും അതുകൊണ്ട് നല്ല ഒരു സീറ്റുള്ള സാധനമാണ്. പിന്നെ യൂണിവേഴ്സിറ്റി എംപ്ലോയിയുടെ എന്തെങ്കിലും മക്കളാണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത് 10th ക്വാളിഫിക്കേഷൻ വേണം, +2 ക്വാളിഫിക്കേഷൻ വേണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th പാസ്ഡാണ്, ഇയർ എല്ലാം ചോദിക്കും. കോളേജ് അല്ല സ്കൂള് എല്ലാം ചോദിക്കും, മോഡ് എല്ലാം ചോദിക്കും. പിന്നെ എത്ര മാർക്ക്, എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എന്നും ചോദിക്കും. +2 അതുപോലെ തന്നെ. +2 എത്ര, നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് അപ്പിയറിങ് ഇയർ എന്ന്, പാസിങ് ഇയർ 2025 അല്ലെങ്കിൽ ഏത് ഇയർ ആണോ നിങ്ങളുടെ കഴിഞ്ഞത് അത് കൊടുത്താൽ മതി. അതായത് +2 കഴിഞ്ഞ റിസൾട്ട് വരാനുള്ളവർക്ക് പെർസെൻറ്റേജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അത് ഡയറക്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം, നമുക്ക് വേണ്ട സാധനം ഇതാണ്, നമ്മുടെ മെയിൻ സാധനം. അതായത് നമ്മൾ കൊടുക്കുന്ന ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് പഠിക്കേണ്ടത്. എനിക്ക് പറ്റിയൊരു വലിയ അബദ്ധമുണ്ട്, അതെന്താ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. സീരിയസ്ലി ആർക്കും പറ്റരുത്, എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. ആ അബദ്ധം ആർക്കും വരരുത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എന്താണെന്ന് പറയാം, അതൊരിക്കലും ആർക്കും വരരുത്. അപ്പം നമുക്ക് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി വെക്കുന്നത് നോക്കാം. 3 യൂണിവേഴ്സിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NIT കാലിക്കട്ട്. ഞാൻ അടുത്ത് വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ പൂനെയിലെ സാവിത്രിബായി ഫുലെ യൂണിവേഴ്സിറ്റി. സാവിത്രിബായി ഫുലെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ്, ഫീമെയിൽ പ്രസിഡന്റ് ഒക്കെ പഠിച്ച സ്ഥലമാണ്. പിന്നെ സാവിത്രിബായി ഫുലെ അറിയാമല്ലോ, നമ്മുടെ ഫസ്റ്റ് ടീച്ചറാണ് ഇന്ത്യയിൽ. അപ്പം പുള്ളിക്കാരിയോടുള്ള സ്നേഹം കൊണ്ട് അവിടെ വെച്ച് അവിടെ പഠിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. എനിക്ക് എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞില്ലേ, കാരണം അതുകൊണ്ടാണ് പറ്റാൻ. നിങ്ങൾ ലാസ്റ്റ് വരെ നിൽക്കുക, കേൾക്കുക. ഓക്കെ, ആർക്കും അബദ്ധം പറ്റരുത്. പിന്നെ 3ാമത് വെച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, അവിടെയാണ് വെച്ചത് 3ാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ട്. ഇനി അതാണ് മെയിനായിട്ട് വെച്ചത്. ഫസ്റ്റ് ഞാൻ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് വെച്ച് ബയോളജി, സെക്കൻഡ് ഫിസിക്സ്, തേർഡ് കെമിസ്ട്രി. 3 യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വെക്കാം. ഞാൻ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ് യൂണിവേഴ്സിറ്റീസിൽ. നിങ്ങൾ ആ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസ് ഇഷ്ടം പോലെ കാണാം. IITs ആണെങ്കിൽ, NITs ആണെങ്കിൽ, RIE, അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാം. അതുപോലെ ഈ പറഞ്ഞ പോലെ സാവിത്രിബായി ഫുലെ യൂണിവേഴ്സിറ്റി പോലുള്ള കുറേ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നല്ല യൂണിവേഴ്സിറ്റീസ് പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ജനറൽ കാറ്റഗറിക്കാർക്കാണ് കൂടുതൽ പേയ്മെൻറ്റ് ഇത് വരുന്നത്. NCET എക്സാം എഴുതുന്നതിന് അപ്ലൈ ചെയ്യുന്നതിന് 1200 രൂപയാണ്. അതും ജനറൽ കാറ്റഗറിക്കാണ് 1200 രൂപ. നിങ്ങൾക്ക് കറക്റ്റ് ഫീസൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആ സൈറ്റ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ആ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഫീസൊക്കെ അറിയാൻ പറ്റും. അതായത് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഈ IITയിൽ മെയിൽ വന്നത്. ആ റിസൾട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ 500 രൂപയാണ് ഇതിന്. ജനറൽ കാറ്റഗറിക്കാരുടെ ആണ് ഇത്. ഞാൻ ജനറൽ കാറ്റഗറി ആയിരുന്നു, അതുകൊണ്ട് 500 രൂപ. ഇനി ഞാൻ എന്താണ് എനിക്ക് സംഭവിച്ച കാര്യം എന്ന് പറയാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം, നിങ്ങൾക്ക് റിസൾട്ട് വന്നു, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കോറുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്കോർ ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾ അപ്ലൈ ചെയ്ത സാധനം ഉണ്ടല്ലോ, നിങ്ങൾ അപ്ലൈ ചെയ്ത ഈ 3 യൂണിവേഴ്സിറ്റീസിലും റിസൾട്ട് വെച്ചുകൊണ്ട്, അവരുടെ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് റിസൾട്ട് വെച്ചുകൊണ്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, റിസൾട്ട് വെച്ചുകൊണ്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ റിസൾട്ട് വെച്ചുകൊണ്ട് അവരുടെ അലോട്ട്മെൻറ്റ് പോർട്ടൽ ഓപ്പൺ ആവും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വെച്ച യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലും കയറി നോക്കണം, NCET അല്ല NDAയുടെ സൈറ്റിലും കയറി നോക്കണം.
ഓക്കെ. അപ്പോൾ അലോട്ട്മെൻറ്റ് പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത്, നിങ്ങൾ വെച്ച യൂണിവേഴ്സിറ്റിയുടെ പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾ റിസൾട്ടും കൂടെ വെച്ചുകൊണ്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം. ഓക്കെ. അത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് അങ്ങനെയൊക്കെയാണ്, സ്പോട്ട് ഒക്കെ അങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ്റെ സംഭവം. എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. ഞാൻ കുറേ ക്ലാസ്സിൻ്റെ നോക്കി, ഞാൻ കുറേ കാര്യങ്ങൾ നോക്കി. ഞാൻ ഹിന്ദിക്കാരുടെ ക്ലാസ്സൊക്കെ കണ്ടിട്ടാണ് പോയി എക്സാം എഴുതിയത് കേട്ടോ. നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ മലയാളികൾ ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനെ പറ്റി, NCET എക്സാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്നൊന്നും അവർ പറഞ്ഞില്ലായിരുന്നു. ആകെപ്പാട് അറിയാവുന്നവരെ ഞാൻ കണ്ടത് എക്സാം എഴുതാൻ പോയ സമയത്ത് അവിടെയുള്ള പിള്ളേരാണ്. വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, ആർക്കും അറിയത്തില്ലായിരുന്നു. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പം മെയിൽ വരുന്ന കോളേജ്, അതായത് IIT ഭുവനേശ്വർ പോലുള്ള കോളേജിൽ നിന്ന് നിങ്ങൾക്ക് IIT എന്നൊക്കെ മെയിൽ വരാം. മെയിൽ വരുന്ന സമയത്ത് അതിനും അപ്ലൈ ചെയ്യണം. നിങ്ങൾ വെച്ച 3 യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, അതിനും അപ്ലൈ ചെയ്യണം. ഓക്കെ. പറ്റുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസിനും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യണം. ഓക്കെ. അതാണ് മെയിൻ കാര്യം. നിങ്ങൾ അങ്ങനെ വെച്ച യൂണിവേഴ്സിറ്റി തന്നെ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് കാര്യമില്ല, അല്ലാതെയും പറ്റും. നിങ്ങൾ ചിലപ്പോൾ അന്നേരം ചിലപ്പോൾ ഈ യൂണിവേഴ്സിറ്റി പറ്റത്തില്ല, ഈ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിനും അപ്ലൈ ചെയ്യാം. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ വെച്ച യൂണിവേഴ്സിറ്റീസിനും അല്ലാതെ നിങ്ങൾക്ക് മെയിൽ വരുന്ന യൂണിവേഴ്സിറ്റീസിനും ഒക്കെ ഒന്നുകൂടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് ഒന്നുകൂടെ അപ്ലൈ ചെയ്യുക. ഓക്കെ. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അത് നിങ്ങൾ ആവർത്തിക്കരുത്. ഓക്കെ. ഞാൻ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല. ഞാൻ കൂടുതലും നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NCETയുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഈ NCETയുടെ വെബ്സൈറ്റ് ഞാനിപ്പോൾ താഴെ കൊടുത്തേക്കുന്ന ആ വെബ്സൈറ്റ്, അതിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുന്നത്. അതിനകത്ത് വലിയതായിട്ടൊന്നും വരത്തില്ല. നിങ്ങൾക്ക് വെച്ചേക്കുന്ന കോളേജിൽ കിട്ടണമെങ്കിൽ ആ കോളേജിൻ്റെ സൈറ്റിൽ കയറി അവരുടെ അലോട്ട്മെൻറ്റ്, NCETയുടെ അലോട്ട്മെൻറ്റ് ഓപ്പൺ ആവുന്നുണ്ടോ നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. നിങ്ങൾക്ക് BSc B.Ed അല്ലെങ്കിൽ BA B.Ed, BCom B.Ed ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് 4 വർഷം കൊണ്ട് തന്നെ പഠിച്ചിറങ്ങാം. പഠിക്കുന്ന സ്ഥലമാണ് ഇമ്പോർട്ടൻറ്റ്. IIT പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കും. പിന്നെ നീറ്റൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യും. നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യും. പിന്നെ ടീച്ചറാവാൻ ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു എക്സാമാണ് NCET. ഭയങ്കര നല്ലൊരു എക്സാമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തവർക്കും നല്ലൊരു സാധനമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ, വേറൊന്നുമല്ല. ഇതാണ് നമ്മുടെ ഹാൾ ടിക്കറ്റ് വരുന്നത്. ഹാൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ്, അതായത് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ കാൻഡിഡേറ്റ്സ് കാണും. ഈ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അവിടെ പോകുമ്പോൾ അവർ പിന്നെയും പറയും. അതിൻ്റെ കൂടെ തന്നെ പറയാമല്ലോ, അവിടെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കാണും. അതായത് മറ്റുള്ളവരുടെ കമ്പ്യൂട്ടർ അടിച്ചു പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിച്ച് കാണിച്ച് പറയുക, അത് റെഡിയാക്കുക. മറ്റുള്ളവരുടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നോക്കിയിരിക്കരുത്, സമയമില്ല. ഓക്കെ. മെയിൻ കാര്യം അതാണ്. പിന്നെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, ആദ്യം എല്ലാം പറഞ്ഞു തരും, എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ പറഞ്ഞു തരും. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാം എഴുതുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരുന്ന് സമയം കളയരുത്. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ല നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്ക് വരുന്നത്. ഓക്കെ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളയരുത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഫുൾ അവർ നോക്കുന്നുണ്ടായിരിക്കും, ഫുൾ ക്യാമറാസും ഒക്കെ കാണും, കീം പോലെ തന്നെ. അതുകൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക. ഓക്കെ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. NCET എക്സാമിനെ പറ്റി ഈ വീഡിയോ ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.